അതെ. യദുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യദുവിന്റെ ഇപ്പോഴത്തുള്ള കേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നീതിയും യദുവിന് കിട്ടുമെന്ന് തോന്നുന്നില്ല. അത് തോന്നുന്നില്ല എന്നല്ല, അത് ഉറപ്പാണ്. നമുക്കറിയാമല്ലോ, അവര് സർക്കാരിനെതിരെയല്ല നിൽക്കുന്നത്, അവന് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നത് സർക്കാരിന്റെ ആൾക്കാരാണ്. അങ്ങനെ ആകുമ്പോൾ യാതൊരു രീതിയിലെങ്കിലും അവർ യദുവിനെ ഒതുക്കും. യദുവിന് യാതൊരു കാരണവശാലും നീതി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അതിനുദാഹരണം തന്നെയാണ് എൻ്റെ സിദ്ധാർത്ഥന്റെ കാര്യം. അവരറിയാമല്ലോ, ആദ്യം മുതൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്. അത് SFIയുടെ ആൾക്കാർ തന്നെയാണ് അത് ചെയ്തതെന്ന് സർക്കാരിനറിയാം. അതുകൊണ്ട് ആ കേസ് ഏതൊക്കെ രീതിയിൽ അവർ ഒതുക്കി തീർക്കാൻ പറ്റുമോ, ഏതൊക്കെ രീതിയിൽ അട്ടിമറിക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്തു. ഈ സർക്കാർ മാക്സിമം ചെയ്തു. അവസാനം പോലീസ് അന്വേഷണം വന്നു, അതിനെ അവർ ഏകദേശം അട്ടിമറിച്ചുകൊണ്ടിരുന്നു. CBIക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അതും അവർ തടയിട്ടു. ഏത് രീതിയിലെങ്കിലും ആ ഇലക്ഷൻ വരെയെങ്കിലും അത് വലിച്ചു നയിച്ച് കൊണ്ടുപോകണം. അത് തെറ്റായ രീതിയിൽ അവർക്ക് അയക്കേണ്ടത് തെറ്റായ രീതിയിൽ അയക്കേണ്ട സ്ഥലത്തല്ല അയച്ചത്. അപ്പോൾ അതൊന്നും ഒരു മിസ്റ്റേക്ക് അല്ലല്ലോ, അത് മനഃപൂർവ്വം വരുത്തി തീർത്തതാണ്. അന്വേഷണം എങ്ങനെയെങ്കിലും അട്ടിമറിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അവരെ ശ്രമം വിജയിച്ചില്ല. CBIക്ക് എത്തേണ്ട സമയത്ത് അത് എത്തി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ യദുവിന്റെ കാര്യം. യദുവിനെ ഇവർ ഒന്നുകിൽ അവർ ഒതുക്കും. കാര്യം എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, അവനെതിരെ നിൽക്കുന്നത് അല്ലെങ്കിൽ അവൻ ആരോടാ ഫൈറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരോടാണ് അവൻ വാദിക്കാൻ പോകുന്നത്, സർക്കാരിന് എതിരായിട്ട് നിൽക്കുന്നത്, അല്ല അവനെതിരായിട്ട് നിൽക്കുന്നത് സർക്കാരിന്റെ ആൾക്കാരാണ്. സർക്കാരിന്റെ ആൾക്കാരെന്ന് പറയുമ്പോൾ അവർ അതിൽ അന്യായം ഒന്നും ഈ സർക്കാർ നോക്കൂല. അവരെ രക്ഷിക്കുക. അത് ആര് കൊന്നിട്ട് പോയാലും, ആര് അടിച്ചിട്ട് പോയാലും, ആരെന്ത് പീഡിപ്പിച്ചിട്ട് പോയാലും, എന്ത് പോയാലും പോണം അവരെ രക്ഷിക്കുക. അതാണ് ഇവരെ നയം. അതുകൊണ്ട് യദുവിന് വലിയ ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ യദുവിന്റെ ഭാഗ്യം, ഫൈറ്റ് ചെയ്യട്ടെ. അതുകൊണ്ട് അങ്ങനെ കിട്ടൂല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അടങ്ങിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ പണ്ടത്തെ കാലം. അയ്യോ നമുക്ക് നീതി കിട്ടൂല, ഇറങ്ങിയേണ്ട കാര്യമില്ല, അവരൊക്കെ വലിയ ആൾക്കാർ, അതൊക്കെ പണ്ടത്തെ കാലം. ആ കാലമൊക്കെ കഴിഞ്ഞു പോയി. യദു ധൈര്യമായിട്ട് മുമ്പോട്ട് പോകണം. ഞാനും ഒരു 2 ആഴ്ച മുമ്പ് യദുവിനെ വിളിച്ചായിരുന്നു. യദു എപ്പോഴും നല്ല തിരക്കിലായിരുന്നു. ഞാൻ യദുവിനെ പറഞ്ഞു, എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് സപ്പോർട്ട് വേണോ, അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ള സപ്പോർട്ടാണ്, അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ പറയുക. നിങ്ങൾ സമരത്തിന് പോകുന്നുണ്ടോ, ഞാൻ കൂടെ വരാം. അതിനൊന്നും പേടിക്കേണ്ട കാര്യമില്ല. കാരണം പണ്ടാണ് നിങ്ങൾ പേടിച്ചിരിക്കേണ്ട കാര്യം. ഇന്നത്തെ കാലത്ത് ഒരുത്തനെയും പേടിക്കേണ്ട കാര്യമില്ല. ഒരുത്തനെയും, എത്ര വലിയവനായിരുന്നാലും ചെറിയവനായിരുന്നാലും ഞാൻ യദുവിനോട് പറയുക, പേടിക്കരുത്, മുമ്പോട്ട് തന്നെ പോകണം. അതൊക്കെ പണ്ടത്തെ കാലമായിരുന്നു നമ്മൾ പേടിച്ചടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ അതൊക്കെ മാറി, ധൈര്യമായിട്ട് പോകുന്നു.